സ്പേസ് ചാനൽ വചനവിചിന്തന വേദിയിലേക്ക് ഏവർക്കും സ്വാഗതം. ക്രിസ്തുവിൽ പ്രിയരെ, ഇന്നേ ദിനം സഭാമാതാവ് ചിന്തിക്കാനായി നമുക്ക് തരുന്ന സുവിശേഷ ഭാഗം ലൂക്കായുടെ സുവിശേഷം 1 അധ്യായം 57 മുതൽ 66 വരെയുള്ള സ്നാപക യോഹന്നാന്റെ ജനനത്തെപ്പറ്റിയാണ്. കുഞ്ഞുങ്ങൾ ജനിക്കുന്നത് സന്തോഷത്തിന്റെ ഒരു പ്രതീകമാണല്ലോ. നമ്മുടെ രക്ഷയുടെ നിത്യാനന്ദത്തിന്റെ കാരണഭൂതനായ യേശുവിൻ്റെ ജനനത്തിൻ്റെ അനുസ്മരണമായ ക്രിസ്തുമസിനു വേണ്ടി നാം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സ്നാപക യോഹന്നാന്റെ ജനനത്തെപ്പറ്റി ധ്യാനിക്കുമ്പോൾ പ്രധാനമായും 2 ചിന്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായി, ഇന്നത്തെ സുവിശേഷത്തിലെ 58 വാക്യമാണ്. കർത്താവ് അവളോട് വലിയ കാരുണ്യം കാണിച്ചിരിക്കുന്നുവെന്ന് കേട്ട അയൽക്കാരും ബന്ധുക്കളും അവളോടത് സന്തോഷിച്ചു. എലിസബത്ത് അവൾക്ക് ദൈവം ചെയ്തു കൊടുത്ത അനുഗ്രഹത്തിൽ, സന്തോഷത്തിൽ, ആഹ്ലാദത്തിൽ അവൾ മാത്രമല്ല സന്തോഷിച്ചത്, അവളുടെ അയൽക്കാരെയും ബന്ധുക്കളെയും അവൾ ഉൾപ്പെടുത്തി. നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ദൈവികതയെ, നമ്മൾ ജീവിക്കുന്ന നന്മയാകുന്ന വെളിച്ചത്തെ, ആനന്ദത്തെ, സന്തോഷത്തെ മറ്റുള്ളവരിലേക്ക് പകരാൻ കഴിയണം. ദൈവകൃപ നിറഞ്ഞ പരിശുദ്ധ അമ്മ എലിസബത്തിനെ സന്ദർശിക്കുമ്പോൾ തന്നെ യേശുവിനെ എലിസബത്തിനും ഉദരത്തിലുള്ള ശിശുവിനും പങ്കുവയ്ക്കുന്നുണ്ട്. അതുകൊണ്ടല്ലേ ശിശു ഉദരത്തിൽ കുതിച്ചു ചാടുന്നതും എലിസബത്ത് പരിശുദ്ധാത്മാവാൽ നിറയുന്നതും. ആ ഒരു കുതിച്ചു ചാട്ടം യോഹന്നാൻ തൻ്റെ പിന്നീടുള്ള ജീവിതത്തിലും തുടരുന്നുണ്ട്. ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് തന്നെ കാണിച്ചു കൊടുക്കുന്നു. ഞാൻ തന്നെ പറഞ്ഞ് തഴമ്പിച്ച ഒരു അനുഭവമുണ്ട്. നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കുന്നു. ഇതിനിടയിൽ കഴിക്കുന്ന ബ്രഞ്ച് കുഞ്ഞുങ്ങൾക്ക് പലപ്പോഴും ടിഫിനായി നമ്മൾ സ്കൂളിൽ കൊടുത്തുവിടാറുണ്ട്. ഇങ്ങനെ കൊടുത്തുവിടുമ്പോൾ കുട്ടികളോട് പലപ്പോഴും അമ്മമാർ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണത്? ആർക്കും കൊടുക്കരുത്, ഒറ്റയ്ക്ക് കഴിച്ചോണം, അല്ലെങ്കിൽ മുഴുവൻ കഴിച്ചോണം എന്നൊക്കെ. നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ സ്വാർത്ഥതയുടെ ലോകത്തിലേക്ക് നയിക്കുന്നില്ലേ? തിന്മയുടെ വിത്തുകളല്ല, മറിച്ച് നന്മയുടെ വിത്തുകൾ പാകാൻ നമുക്ക് കഴിയണം. അതുകൊണ്ടാണ് യേശു ദൈവരാജ്യത്തെ കടുകുമണിയോടും പുളിമാവിനോടും സാദൃശ്യപ്പെടുത്തുന്നത്. കടുകുമണി വളർന്ന മരമായി അനേകം ആകാശപ്പറവകൾക്ക് ചേക്കേറാൻ ഇടമുണ്ടാക്കി കൊടുക്കുന്നു. പുളിമാവ് അല്ലെങ്കിൽ ഒരു നുള്ളി ഈസ്റ്റ് മാവ് മുഴുവൻ പുളിപ്പിക്കുന്നു. കടുകുമണിയെ പോലെ മറ്റുള്ളവർക്ക് ആശ്രയമാവാൻ, തണലാവാൻ, കരുതലാവാൻ നമുക്കും കഴിയണം. പുളിമാവിനെ പോലെ നമ്മുടെ സന്തോഷം, നമ്മുടെ നന്മ മറ്റുള്ളവരിലേക്ക് പടർത്താൻ നമുക്ക് കഴിയണം. അങ്ങനെ സന്തോഷവും നന്മയും പകരുമ്പോൾ കർത്താവിൻ്റെ കാരുണ്യവും കരവും നമ്മോടൊപ്പം ഉണ്ടാകും. ചിരിക്കാൻ പോലും മറന്നു പോകുന്നവർ നമ്മുടെ കൂട്ടത്തിലില്ലേ? രണ്ടാമതായി, യോഹന്നാൻ എന്ന നാമത്തിൻ്റെ അർത്ഥമാണ്. യാഹുവേ, ഹനാൻ എന്നീ 2 ഹീബ്രു പദങ്ങളിൽ നിന്നാണ് ഈ നാമം ഉടലെടുക്കുന്നത്. യാഹുവേ ദൈവവും ഹനാൻ കാരുണ്യവും. ദൈവത്തിൻ്റെ കാരുണ്യമാണ് യോഹന്നാൻ. എലിസബത്തിനും സക്കറിയായ്ക്കും തമ്പുരാൻ ചൊരിഞ്ഞ കാരുണ്യം. അതുകൊണ്ടാണ് കർത്താവ് അവളോട് വലിയ കാരുണ്യം കാണിച്ചിരിക്കുന്നുവെന്ന് നാം വായിച്ചു കേട്ടത്. തങ്ങളുടെ മകന് യോഹന്നാൻ എന്ന നാമം അവർ നൽകി. അവർ കർത്താവിൻ്റെ കാരുണ്യം അനുസ്മരിക്കുന്നു. നമ്മളെങ്ങനെയാണ് കർത്താവ് ചെയ്യുന്ന നിരവധിയായ അനുഗ്രഹങ്ങളോർത്ത് അവിടുത്തെ അനുസ്മരിക്കുന്നത്? നമ്മുടെ ഓരോ ദിനവും കർത്താവിൻ്റെ അനുഗ്രഹമാണല്ലോ. പലപ്പോഴും വിശുദ്ധ കുർബാനകളിൽ പങ്കെടുക്കാനും കുടുംബ പ്രാർത്ഥനകൾ ചൊല്ലാനും നാം മറന്നു പോകാറില്ലേ? അവിടുന്ന് നമുക്ക് നൽകുന്ന കൃപകളെ, അനുഗ്രഹങ്ങളെ ഓർത്ത് നമുക്ക് നന്ദി പറയാം, അവിടുത്തെ ആരാധിക്കാം, അവിടുത്തെ സ്തുതിക്കാം. അങ്ങനെ നന്ദി പറയുമ്പോൾ, അവിടുത്തെ കാരുണ്യത്തെ ഏറ്റുപറയുമ്പോൾ സക്കറിയായുടെ നാവ് സ്വതന്ത്രമായതുപോലെ, വായ തുറക്കപ്പെട്ടതുപോലെ നമ്മുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കുരുക്കുകളും അഴിയുകയും നമ്മൾ പരിപൂർണ സക്കറിയായെയും എലിസബത്തിനെയും പോലെ കർത്താവിൻ്റെ കാരുണ്യത്തിൻ്റെ പാത്രമാകാൻ നമുക്കും പരിശ്രമിക്കാം. ജീവിതത്തിലുടനീളം കർത്താവ് ചെയ്യുന്ന നന്മകളെ ഓർത്ത് അവിടത്തേക്ക് നന്ദി ചൊല്ലാം. ആമേൻ.